മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഹിന്ദു MLA കേരളത്തിൽ വേണമെന്ന ആവശ്യവുമായിട്ട് വീണ്ടും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തില് വലിയ ചർച്ചയായതാണ് ഹിന്ദു MLA ഇല്ലായിരുന്നു എന്ന വിഷയൊക്കെയായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയായ സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുമായിട്ടാണ് എന്നുള്ളതൊരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുള്ളത് മെഹർ മന്തിക്കട വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വിഷു ആഘോഷത്തെ അപമാനിച്ചൊരു പോസ്റ്റർ ഇറക്കിയതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥിയായ സമയത്ത് അദ്ദേഹം എന്താണോ ഉയർത്തിപ്പിടിച്ചിരുന്നത് അതേ ആവശ്യം അദ്ദേഹം വീണ്ടും ഉയർത്തിയിരിക്കുന്നു. അദ്ദേഹം എന്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിഷുക്കണി ഉപയോഗിച്ച് തന്നെ ഒരു മതവിഭാഗത്തിലെ ആളുകളുടെ ഒന്നിലധികം സ്ഥാപനങ്ങൾ സംഘടിതമായി ശ്രീകൃഷ്ണ ഭഗവാനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അപമാനിതരായത് ഹിന്ദുക്കളാണ്. ഒരു ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചത് മതേതരർ എന്ന് അവകാശപ്പെടുന്ന ഭരണപ്രതിപക്ഷ ജനപ്രതിനിധികളിൽ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുമോ എന്നറിയാനാണ്. ഉണ്ടായില്ല, ഉണ്ടാവില്ല. ഹിന്ദു MLA വേണമെന്ന് ഞാൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് കൂടുതൽ ശരിയാണ് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. എന്റെ ഭഗവാനെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന് അറിയിക്കാനോ വിലപിക്കാനോ ഉള്ള ഒരു പോസ്റ്റിൽ ഈ വിഷയം ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഞാൻ പരാതി പോവുകയാണ്. ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ മാത്രമിട്ട് പോലീസ് ഇത് ചെയ്തവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ നിയമപരമായി ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഉചിതമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മാത്രം അറിയിക്കട്ടെ. അതിനേക്കാളേറെ പ്രധാനമായത് ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ഹിന്ദു പോലും ഇനിയെങ്കിലും ഈ കടകളിൽ കയറി ഭക്ഷണം കഴിക്കരുത് അഭ്യർത്ഥനയാണ്. അത് മാത്രമാണ് ഇതിനുള്ള യഥാർത്ഥ മറുപടി. നിയമ നടപടികളിലേക്ക് അദ്ദേഹം പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയത് ഒരു മെഹർ മന്തിക്കടയുടെ പോസ്റ്ററുമായിട്ട് മാത്രമല്ല, മറിച്ച് മറ്റ് കടകളും വിഷു ആഘോഷത്തിനെതിരെ വലിയ രീതിയിൽ പോസ്റ്ററുകൾ ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മറ്റു പോസ്റ്ററുകളുമായിട്ട് അത് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് വലിയ പ്രതിഷേധവുമായിട്ട് ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത്. മാത്രമല്ല, ഇതിനെതിരെ നിയമ നടപടികളുമായിട്ട് അദ്ദേഹം ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളികൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമില്ലേ, സ്ഥാനാർത്ഥിയായ സമയത്ത് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹിന്ദു MLA ഇല്ല എന്ന് പറഞ്ഞ വിഷയമൊക്കെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ഇവിടെ UDF LDF ഒക്കെ ഇവിടെ ചർച്ച ചെയ്തു. അപ്പൊ അതേ സമയത്ത് ഹിന്ദു മതവിശ്വാസത്തെ ആഘോഷത്തെ അപമാനിച്ചുകൊണ്ട് മെഹർ മന്തിക്കടയുടെ ഒരു പോസ്റ്റർ ഇറക്കിയതിന് എതിരെ എന്തുകൊണ്ട് UDF LDF ഒരു MLA മാരും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടാത്തത്? ലളിതമായ ചോദ്യ. ഗോപാലകൃഷ്ണൻ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായ സമയത്ത് അദ്ദേഹം നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഇടതും വലതും ഉറഞ്ഞു തുള്ളി. അതേ ഇടതിലും വലതിലുള്ള ഒരു നേതാവ് പോലും എന്തുകൊണ്ട് വിഷു ആഘോഷത്തിനെ അപമാനിച്ച മെഹർ മന്തിക്കടയുമായി പുറത്തിറക്കിയ പോസ്റ്ററിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? നമുക്ക് ബോധമുള്ള സകല മലയാളികളും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് ചിന്തിക്കേണ്ടതല്ലേ? അപ്പൊ ഇവിടെ പ്രത്യേക തരത്തിലുള്ള വിഷയങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യൂ. ഇതൊക്കെ മലയാളികൾ ചിന്തിക്കണം ഗൗരവത്തില്. പിന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിഷയത്തിൽ ഹിന്ദു MLA ഇല്ലാത്തതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോ ഇതിനത് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ള എല്ലാ MLA മാരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിലേക്ക് തള്ളിക്കളയണ്ടേ? ഇതിനെതിരെ മിണ്ടൂല. അതേസമയം ഹിന്ദു MLA ഗുരുവായൂർ ഇല്ല എന്ന് ഒരു പരാമർശം നടത്തിയ ഗോപാലകൃഷ്ണനെ വളഞ്ഞിട്ട് ആക്രമിച്ചായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്നും അതേ നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സമയത്തും ഒരുപാട് ആളുകൾ ഇതിനെ ന്യായീകരിക്കാൻ എത്തുന്നുണ്ട്. ഇതെന്തിനാണിപ്പോ വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതേസമയം ഈ മെഹർ മന്തിക്കടയുടെ ഓണറെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഇതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ മതപണ്ഡിത വേഷം കെട്ടിയ ആളുകൾ പോലും രംഗത്തെത്തുന്നു. അപ്പൊ അത് ഒരു പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും അത് ന്യായീകരിക്കാം. പക്ഷെ
ഇതിനെതിരെ മിണ്ടരുത് എന്നൊരു രീതി ഇപ്പൊ കേരളത്തിലുണ്ട്, പല രീതിയിൽ. ഒരു പണ്ഡിത വേഷം കെട്ടിയിട്ടുള്ള ഒരാള് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നൗഫൽ എന്നാണ് പേരുള്ളത്. പല മതപണ്ഡിതന്മാരും ഇതിനെ ശക്തമായിട്ട് എതിർത്ത് ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് ഈ പറയുന്ന മഹർ മന്ദിക്കടയൊക്കെ ചെയ്തത് നെറികേടാണ് എന്ന് പറഞ്ഞു പോകുന്ന മുസ്ലിം മതപണ്ഡിതന്മാരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പക്ഷെ ഇത്തരം ചില നെറികെട്ട ആളുകൾ രംഗത്തെത്തിയിട്ട് നിസ്സാരവൽക്കരിക്കുക, തന്ത്രപരമായിട്ട് ന്യായീകരിക്കുക. ഞാനത് വായിച്ചത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. മീഡിയക്കാർ ചാനൽ റീച്ചിനും ശ്രദ്ധ തിരിപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന സ്ഥിരം പണിയാണ്. മഹർ മന്ദിക്കടയിലെ ചെക്കന് ജാമ്യവും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മറ്റൊരു മതപണ്ഡിത വേഷം കെട്ടിയിട്ട് മറ്റൊരു മതത്തിന്റെ ആഘോഷത്തെ അപമാനിച്ചതിന് എങ്ങനെ ഇയാൾക്കൊക്കെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുന്നത് തീരെ മനസ്സിലാവുന്നില്ല. ഇത്തരം ആളുകൾക്കാണ് നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. തുടർന്ന് നോക്കാം. ഉണ്ണിക്കണ്ണനെ മന്തി കഴിപ്പിക്കുന്ന ഈ പോസ്റ്റർ അടിച്ചവർ എന്തായാലും തനി വിവരക്കേടാണ് ചെയ്തത്, അതിലൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ ആ ശശികല ടീച്ചർക്കെതിരെയൊക്കെ സമുദായം 100 കണക്കിന് കേസ് കൊടുക്കേണ്ടി വരും. മറുപടി നിസാരം, അതിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യവുമില്ല. മന്തിക്കടയുടെ ആളുകൾ ക്ഷമ ചോദിക്കാൻ തയ്യാറായെങ്കിൽ വർഗീയതയെ അട്ടിയൊടിക്കുന്ന നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനും കഴിയും. പ്രത്യേക തരത്തിൽ ഇത് നിസാരവൽ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അതായത് മറ്റും ഒരുപാട് വിഷയങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് നമ്മൾ നിരന്തരം. ഇതൊന്നുമില്ല, ഇത് വളരെ വ്യക്തമാണ്. ഇതിനെ അങ്ങ് തള്ളിക്കളയാൻ അത് സാധിക്കുന്നില്ല ഇത്തരം ആളുകൾക്ക് തീരെ. തുടർന്ന് നോക്കാം. പോസ്റ്റർ ഒട്ടിക്കാൻ പോയ ദർസ് വിദ്യാർത്ഥികളെ ഇസ്രായേൽ ഇറാൻ യുദ്ധ പരാമർശം നടത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച വർഗീയ തീവ്രവാദികളെ നാടും പോലീസും അന്വേഷിച്ച് കൊണ്ടിരിക്കുന്ന ദിവസം കൂടിയാണിത്. ഭക്ഷണം എല്ലിനിടയിൽ കയറിയവർ എല്ലായിടത്തും ഉണ്ടാകുമെന്നേ നൗഫൽ എന്ന് പറഞ്ഞു. പല വിഷയങ്ങൾ എടുത്തിടുക, എന്നിട്ട് ആ ദേഹ പല രീതിയിൽ പറയാ, തോന്നിയതുപോലെ പറയാ. അതേസമയം ഇത് നിസ്സാരം, ഒരു പോസ്റ്റർ നിസ്സാരം, ഒരു ചോദ്യം ചോദിച്ച നിസ്സാരം നമ്മുടെ കേരളത്തിൽ കണ്ടതാ. അതേ ആളുകളാണിപ്പോ ഈ രീതിയിൽ പറയുന്നത്. ഇതൊക്കെ മലയാളികൾ ചിന്തിക്കുക. ഇത്തരം പോസ്റ്ററിനെതിരെയൊക്കെ സംസാരിക്കണ്ടേ, ചർച്ചകൾ നടക്കണ്ടേ? ഇവിടെ ആരും ഒരു ആഹ്വാനങ്ങളും അല്ല. ഇപ്പൊ ഗോപാലകൃഷ്ണൻ അന്തസ്സോടെ പറഞ്ഞത് എന്താ? നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കുള്ള അവകാശ. ആ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും കോടതിയിൽ പോവാം. സ്വന്തം മതത്തിനെതിരെ ആര് പറഞ്ഞാലും കോടതിയിൽ പോവാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത്തരം ഒരു വിഷയം ഉണ്ടാവുമ്പോ പ്രത്യേകിച്ച് മതപണ്ഡിതന്മാരായിട്ട് ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിനെ ശക്തമായിട്ട് എതിർക്കുമ്പോ അല്ല ഇവിടെ ഐക്യം ഉണ്ടാകുക. എന്നാൽ അതിനെ നിസാരവൽക്കരിച്ച് അതിനെ അങ്ങ് തള്ളുന്ന ഈ നൗഫലിനെ പോലെയുള്ള ആളുകളൊക്കെ അപകടം തന്നെയാ. എന്നിട്ട് ഏതോ ഉപദ്രവിക്കുന്ന മറ്റാർ ഇറാന്റെ ഇസ്രായേൽ എന്നൊക്കെയാണ് ഒരു വിഷയം വരുമ്പോഴേക്കും അതിനെ മണ്ണിട്ട് മൂടി കുളിപ്പിച്ച് പറയുന്നില്ല. ഇത്തരം ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. സ്വന്തം മതവിശ്വാസത്തെ ആളുകൾ എതിർത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാനും അതിന് നിയമ നടപടി സ്വീകരിക്കാനൊക്കെ ഭരണഘടനയിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നത്, ഇതേ ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മത്സരിക്കുന്ന സമയത്ത് ഒരു വിഷയം പറഞ്ഞപ്പോഴേക്ക് അത് എല്ലാ ആളുകളും കേരളത്തിൽ ചർച്ച ചെയ്തു. UDF LDF സകലരും ഇറങ്ങിത്തിരിഞ്ഞു. അതേസമയം ഇപ്പൊ ഒരു വിഷയം വരുമ്പോ അത് പറയുന്നത് പോലും അത് കൂടുതൽ പറയരുത്, അത് കൂടുതൽ പറയുന്നത് പ്രശ്നം, അതൊരു നിസാര സംഭവം. ഇതിനെ പറ്റി മിണ്ടാനേ പാടില്ല. അതേസമയം നേരെ മറിച്ച് ഗോപാലകൃഷ്ണൻ എന്തോ മിണ്ടിയ സമയത്ത് ഇലക്ഷൻ കഴിയുന്നത് വരെ, വോട്ടെടുപ്പ് കഴിയുന്ന 6 മണി വരെ ഇതായിരുന്നു ചർച്ച കേരളത്തിൽ. ഒരു പ്രശ്നമില്ല. പക്ഷേ സമയത്ത് ഇത് ചർച്ച ചെയ്യരുത്, ഇത് നിസ്സാരാണ്, ഇത് നിസ്സാരമൊന്നുമല്ല, ഇതൊരു നിസ്സാരമല്ല. ഒരു മതത്തെയും ഒരു മതത്തിൽ വിശ്വസിച്ച് മറ്റൊരു മതത്തിലേക്ക് അപമാനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത തന്നെയാ. ഒരു തർക്കമില്ലാത്ത വിഷയം അത്. ഇത്തരം മതപണ്ഡിത വേഷമൊക്കെ കെട്ടുന്ന ആളുകൾ ഇത്തരം പോസ്റ്റുകളൊക്കെ ഇടുന്നത് നാട്ടിലെ ഐക്യമാണ് തകരുക എന്നുള്ളത്. ഇയാൾക്കൊക്കെ ഇനി എന്നാണ് ബോധം വെക്കുക?